നമ്മളിപ്പോൾ ഇവിടുത്തെ വെൻഡിങ് മെഷീനിൽ കോഫി വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇത് അശ്വിൻ സോംബിയുടെ പോലെ ഫുൾ ഉറക്കം, എന്താ പറയുക, എണീറ്റിരുന്നിട്ട്. എത്ര മണിക്കൂറായി അശ്വിൻ എണീറ്റിരിക്കണേ? 4 മണിക്കൂറായി അല്ലേ? യെസ്, 4 മണിക്കൂർ. വി ആർ ട്രാവലിംഗ് ടു ഒസാക്ക എയർപോർട്ട്. കോഫി മുഖ്യം. 1.5 മണിക്കൂർ കൂടി. യെസ്, 1.5 hours to airport. കിട്ടി. എടുക്ക്. വർത്ത് ദ മണി. എത്രയല്ല? 320 ഫോർ എ കോഫി. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം നീതു ആൻഡ് ഐ എം ലിവിങ് ഇൻ ജപ്പാൻ. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഒസാക്ക ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ആൻഡ് വി ആർ പ്ലാനിങ് ടു ഗോ ഓൺ എ വെക്കേഷൻ ടു വിയറ്റ്നാം. അപ്പോൾ ഞാനുണ്ട്, മേഘ, ഐമൻ, അശ്വിൻ ആൻഡ് നമ്മുടെ ഓഫീസിലുള്ള 2-3 പേരുണ്ട്. ആൻഡ് വി ആർ ഓൾ ഗോയിങ് ഫോർ എ 3-day വിയറ്റ്നാം ട്രിപ്പ്. എത്തിയപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത് അപ്പോൾ തന്നെ അവരുടെ റെക്കമെൻഡേഷൻ ചോദിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. നമ്മളിപ്പോൾ 410 എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ഫോ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണേ. വി ആർ ഹാവിങ് ബീഫ് ഫോ. ഇവിടുത്തെ റെക്കമെൻഡേഷൻ പറഞ്ഞിരിക്കുന്നത് തായ് ചിന്നാണ്. ഇറ്റ്സ് ഹാഫ് ഡൺ വിത്ത് വെൽ ഡൺ ബീഫ്. ഇറ്റ് ഈസ് 65,000 ദോങ്, അതായത് നമ്മുടെ നാട്ടിലെ 250 രൂപ. 250 രൂപ, അതാണ് ഇവിടുത്തെ 65,000 ദോങ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിഷ്. ദിസ് ഈസ് കോൾഡ് തായ് ചിൻ. അപ്പോൾ ഇങ്ങനെ കുറേ ബീഫ് പീസസ് ആൻഡ് നൂഡിൽ പോലത്തെ സാധനങ്ങളുണ്ട്. ആൻഡ് അശ്വിൻ ഓർഡർ ചെയ്തേക്കുന്നത് തായ് നാം. ഇതിനകത്ത് എന്തോ ബ്രിസ്ക്കറ്റ് ബീഫ് ഉണ്ട്, അതാണ് ഇതിൻ്റെ വ്യത്യാസം. ബട്ട് കാണുമ്പോൾ വലിയ വ്യത്യാസമില്ല. കഴിച്ചു നോക്കിയിട്ട് പറയാം. നൂഡിലിൻ്റെ ടേസ്റ്റ് നല്ല മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഒരു കൊറിയാൻഡർ ടേസ്റ്റാണ് വരുന്നത്. ബീഫും കൂടി കഴിച്ചു നോക്കട്ടെ. അടിപൊളി. മീറ്റ് സോൾസ് റിയലി ഗുഡ്. ഇതിനൂടെ കഴിക്കാൻ അവർ കുറേ എന്താ പറയുക, കൂടെ തന്നെ സാധനങ്ങൾ എന്താ പറയുക, ടോപ്പിങ്സ് വരുന്നുണ്ട്. ദേ ചില്ലി ഉണ്ട്. ഭയങ്കര ഒച്ചയാണ് ഇവിടെ, കേൾക്കണുണ്ടോന്ന് അറിയില്ല. ചില്ലി, പിന്നെ എന്താ ഉള്ളത്? ആ ചട്നി എടുത്ത്. ഇതെന്ത് ചട്നിയാന്ന് അറിയില്ല. സം റെഡ് കളർ ചട്നി. കുറച്ചിട്ട് നോക്കാം. ഓക്കെ, നല്ല സ്പൈസിയാണത്. ദാറ്റ് വാസ് ചില്ലി സോസ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടോപ്പിങ്സ് ഒക്കെ ഉണ്ട്. ഗൈസ്, നിങ്ങൾ എരിവിന് കുറച്ച് എന്താ പറയുക, എരിവ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ചാടിക്കയറി ചില്ലിയൊന്നും ഇടരുത്. എൻ്റെ ചുണ്ടൊക്കെ പൊള്ളിയിട്ട് എനിക്ക് ചുണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല എരിവുണ്ട്. സൂക്ഷിച്ചും കണ്ടൊക്കെ ഇടണം. ആൻഡ് ഇറ്റ്സ് റിയലി ഐ മീൻ എരിവുണ്ട്, പക്ഷേ ആവശ്യമില്ല സാധനം കിട്ടണമെങ്കിൽ അടിപൊളി സാധനമാണ്. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ കാണുന്നത്. എല്ലാം ലൈവായിട്ട് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. എനിവേസ്, നിങ്ങൾ കണ്ട പോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഒരു ടേബിൾ നമുക്ക് വേണ്ടിയൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ബാക്കി വേറെ ആൾക്കാരുടെ കൂടെയാണ് നമ്മളിരുന്ന് കഴിക്കണേ. വെരി ബിസി റെസ്റ്റോറൻ്റ് ആണ്. എനിവേസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബീഫ് അവർ ഈ ഹോട്ട് ബ്രോത്തിൽ മുക്കിയിട്ട് സൂപ്പ് പോലെ ഈ ഫോണിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുകയാണ്. എന്തായാലും ലൈവായിട്ട് ഞങ്ങൾ കുറേ നേരം ഇത് കണ്ടു നിന്നു. ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച്. ഹലോ എവ്രിവൺ, അപ്പോൾ നമ്മൾ പപ്പറ്റ് ഷോയ്ക്ക് വന്നിട്ടാണുള്ളത്. 6:30 ഷോ ആണ്. നമ്മൾ വന്നപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചതുകൊണ്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡേർഡ് അല്ല, ഡീലക്സ് ആണ് കണ്ടത്. ശരിക്കും കുറച്ചിങ്ങനെ ആൾക്കാർ തല കാണുന്നതുകൊണ്ട് ശരിക്കും വീഡിയോയിൽ അത് കിട്ടുമോ എന്നറിയില്ല. എന്നാലും നമുക്ക് നോക്കാം.
അപ്പോൾ പപ്പറ്റ് ഷോ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല. കാണുമ്പോൾ ഭയങ്കര ആദ്യമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ സെയിം സാധനം 50 മിനിറ്റ് ആണ് ഇതിൻ്റെ ഫുൾ ഡ്യൂറേഷൻ വരുന്നത്. കുറച്ച് ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഉറങ്ങി. ബിക്കോസ് ഞങ്ങൾക്ക് ഓൾറെഡി ഫുൾ നൈറ്റ് ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഹനോയ് ശരിക്കും ഒരു ചെറിയ സിറ്റി ആണോ ടൗൺ ആണോ, ഒരു ചെറിയ ടൗൺ ആണ്. അപ്പോൾ എല്ലാവരും വിയറ്റ്നാമിലേക്ക് വരുമ്പോൾ ഹനോയ് ആൻഡ് ഹോച്ചിമിന്നാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹനോയിൽ പപ്പറ്റ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വി ഹാവ് വീക്കെൻഡ് വാക്കിംഗ് സ്ട്രീറ്റ്. അപ്പോൾ ഇത് വീക്കെൻഡ് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ നൈറ്റ് വ്യൂ ആണ്. നമുക്കിത് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ വീക്കെൻഡ് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലേക്കിന് ചുറ്റുമാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ ലേക്കിന് ചുറ്റും വരുന്ന ഫുഡ് കഴിക്കുക, പിന്നെ വാക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു റെഡ് ബ്രിഡ്ജ് ഉണ്ട്. ഇത് രാവിലെ കാണാനും രസമാണ്, രാത്രിയും ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരാൻ. നമ്മൾ അങ്ങോട്ട് എന്തായാലും പോവും, പക്ഷെ ഇവിടെ നിന്ന് ഇതിൻ്റെ വ്യൂ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് സെൻറ്റർ ഓഫ് ഹനോയ് സിറ്റി ആണ്. നമ്മൾ നെക്സ്റ്റ് വീക്കെൻഡ് നൈറ്റ് മാർക്കറ്റിലേക്കാണ് പോകാൻ പോണത്. ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൈറ്റൊക്കെ പറത്തി ഫുൾ എന്താ പറയുക, ഭയങ്കര ലൈവ്ലി ആണ് ഇവിടെ. പിള്ളേരാണെങ്കിലും പാരൻസ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് വന്ന്. പിന്നെ രാവിലെ വന്നപ്പോൾ ഇവിടെ ഫുൾ വെഹിക്കിൾസ് ആയിരുന്നു. നമുക്ക് വെഹിക്കിൾസ് നാട്ടി നടക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ തീരെ എനിക്ക് അറിയില്ല ഇവിടുത്തെ റൂളാണോ എന്തോ ആണോ എന്ന്, ഇവിടെ തീരെ വണ്ടികളൊന്നുമില്ല. ആൾക്കാർക്ക് ഇങ്ങനെ റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാക്കിംഗ് സ്ട്രീറ്റ്. ഇവിടെ കോഫി വാങ്ങിക്കാൻ വേണ്ടി കയറിയേക്കാണ് നമ്മൾ. ഇവർക്ക് കോഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോഫീൻ്റെ ഒരു ഷോപ്പാണ്. ഇവിടെ ഓൾമോസ്റ്റ് റേറ്റ് വരുന്നത് എന്താ പറയുക 2000 rupees 1000 rupees ഒക്കെയാണ് പെർ കോഫി പാക്കറ്റ്. മെസ്സേജ് തന്നെ എൻ്റർ ആസ് ഗെസ്റ്റ് ആൻഡ് ലീവ് ആസ് ഫ്രണ്ട്സ് ആണ്. ആൻഡ് ഇവിടുത്തെ 2 കുട്ടികളാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. കണ്ടിട്ട് കുട്ടികളെ പോലെയാണ് തോന്നുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ പെരുമാറിയത്. ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഹനോയിൽ. ശരിക്കും ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാലും നല്ല ചൂടുണ്ട്. Yes, our flavor. Oh, flavors. Yes. You use all these flavors? And yes, we also have this set for you. Oh. Every time make tea, you can put this flavor in. Okay, okay. Just a little bit of this, and then you can have a cup of tea. Oh, wow, that's nice. അപ്പോൾ ഇത് നാച്ചുറൽ സ്വീറ്റ്നെസ്സിന് വേണ്ടി അവർ ടീയിൽ ഉപയോഗിക്കുന്നതാണ്, ഷുഗർ ഒന്നും ഇടാണ്ട്. ദിസ് ലീഫ്, വാട്ട് ഇസ് ദിസ് ലീഫ് കോൾഡ്? It's sweet leaf. Sweet leaf. Sweet leaf. Okay, it's called sweet leaf. Dragonflies like this. Mine's of because we are very famous for rice fields and stuff like that. Okay. And dragonflies are everywhere. And Oh, okay. here, the weasel for 250 grams. The price is 380,000, and this is the price for Vietnam spirit. റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഈ കോഫിയാണ്. ഐ മീൻ കുറേ പേര് കേട്ടിട്ടുണ്ടാവും, ഇതിൻ്റെ എക്സ്ക്രീറ്റയിൽ നിന്നാണ് ഈ കോഫി ബീൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഓൾമോസ്റ്റ് മോസ്റ്റ് സ്പെഷ്യൽ വൺ. Discount? Can you make some discount? Check first with my boss because I'm not the one to decide.
ഞങ്ങളുടെ കൂടെ വന്ന ജാപ്പനീസ് ആൾക്കാർക്ക് കോഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർ ഞാൻ പറഞ്ഞ ഈ കോഫിയും പിന്നെ ഈ കോഫി മേക്കറൊക്കെ വാങ്ങിച്ചു. അവർക്ക് ഭയങ്കര ഹാപ്പിയായി എന്തായാലും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കാനാണ് അപ്പോൾ ഇവിടെ നിൽക്കണേ. അപ്പോൾ ചേട്ടൻ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇതേ ഒരു മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് തരുന്നുണ്ട്. കുറച്ച് ഷുഗർ സിറപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയുണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ വളരെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് ഇപ്പോൾ അറിയാൻ പോകുന്നത്. എങ്ങനെയുണ്ട് അശ്വിൻ? വിചാരിച്ച പോലെ അല്ല, പക്ഷേ ഓക്കെ, എഡിബിൾ. എത്രേന്? അത് വാങ്ങിച്ചോ എത്രേന്? എങ്ങനെയുണ്ട്? നമ്മൾ വിചാരിച്ച പോലെ അല്ല, അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. എന്നാലും ടേസ്റ്റേ ഇല്ല, എന്നാലും കുടിക്കാം, അത്രേ ഉള്ളൂ. അത്ര തന്നെ ഉള്ളൂ. കുടി. എങ്ങനെയുണ്ടായിമാ? നല്ല തന്നെ. ഗൈസ് ഭയങ്കര ചൂടാണ് ഇവിടെ, ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫാനൊക്കെ വെച്ചേക്കണേ എന്നാണ് പറയണമെങ്കിലും ഇതിൽ ഞാൻ മൈക്ക് കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഓഡിയോ ഇല്ല. എന്തായാലും 1 lamb and 1 pork നമ്മൾ ഓർഡർ ചെയ്തേക്കണേ. ആൻഡ് അതിന് എത്രയോ റേറ്റായി. എനിവേസ് ഐ എം ഷോയിങ് യു ഹിയർ എന്തൊക്കെയാണ് അവിടുത്തെ ഡെനോമിനേഷൻസും കറൻസിയും. അത് 10 lakhൻ്റെ നോട്ടുണ്ട്, 50,000 നോട്ടുണ്ട്, 10,000 നോട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ ഡിനോമിനേഷൻസാണ് ഇവിടെ നോട്ടിൽ വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് കാണിക്കുക. എന്തായാലും ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് 1 lamb and 1 pork. അത് തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. സ്ട്രീറ്റ് ഫുഡ് എന്തായാലും മസ്റ്റ് ട്രൈ തന്നെയാണ് വിയറ്റ്നാമിൽ. ദർ ആർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഓൾസോ. പിന്നെ നമ്മൾ കുറേ ഓപ്ഷൻസൊക്കെ കണ്ടു. വി ഹാവ് ഒക്ടോപ്പസ്, സ്ക്വിഡ് ഓൺ സ്റ്റിക്ക്, പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. എന്തായാലും നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ഡേ ഇവിടെ തീരാണ്. ഇഫ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് മേക്ക് ഷുവർ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു കമൻറ്റ്.